എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ പച്ചച്ചക്ക വേവിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ വേവിച്ചെടുത്തതാണ്. പച്ചച്ചക്ക കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കുകയാണ്. ചക്കയും മുട്ടയും വെച്ചിട്ട്. ആദ്യം തന്നെ ചക്ക ഒന്ന് ഉടച്ചെടുക്കട്ടെ. ഇത് ഒരു 3/4 ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ. പത്തിരിപ്പൊടിയാണ്. ഒരു നുള്ളു ഉപ്പ്, രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ്. ഇത് ഇടണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അരിപ്പൊടി തന്നെ ഇട്ടാലും മതി, ഗോതമ്പൊടി ഇട്ടാലും മതി, മൈദ ഇട്ടാലും മതി. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ അരിപ്പൊടിയാണ് ഇട്ടേക്കണത്. അപ്പോൾ അതുകൊണ്ട് 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ടേക്കണമെന്ന് മാത്രം. ഇത് ഞാൻ കൈ വെച്ചാണ് കേട്ടോ ഒന്ന് കുഴച്ചെടുക്കണതിന്. ചക്കയ്ക്ക് ചൂടുണ്ട്. ചക്കയും പൊടിയും കൂടി ഇതുപോലെയാണ് കേട്ടോ ഞാൻ കുഴച്ച് വെച്ചേക്കണത്. ഇതിവിടെ ഇരിക്കട്ടെ. ഒന്ന് നന്നായിട്ട് കുഴച്ച് ചൂടുള്ള ചക്കയിലേക്ക് പൊടിയിട്ടപ്പോൾ ഒന്നുകൊണ്ട് മയം കിട്ടും. നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ ഇരിക്കട്ടെ. ഫില്ലിങ് ഉണ്ടാക്കാം. ഇതിനകത്തേക്ക് ഫില്ലിങ് ഉണ്ടാക്കാൻ ചക്കയും മുട്ടയും കൊണ്ടുള്ള പലഹാരത്തിന് ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞേക്കണതാണ്. കുറച്ച് വേപ്പില, 3-4 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞേക്കുന്നത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞേക്കുന്നത്. ഇതെല്ലാം കൂടി ഞാൻ ഒരു പാൻ വെച്ച് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇട്ട് കൊടുക്കാം. അധികം മൊരിയേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഈ സവോളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് കേട്ടോ. സവോള വാടിയിട്ട് മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇതിനകത്തേക്കുള്ള പൊടിയെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾ, 1/2 ടീസ്പൂണ് മസാല, 1/2 ടീസ്പൂണ് കുരുമുളക്. ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുക്കണം. പൊടികളുടെ പച്ചച്ചറിയൊക്കെ ഒന്ന് മാറ്റാം. പൊടികളൊക്കെ ചെറുതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില. എൻ്റെ വീഡിയോകളൊക്കെ ആൾക്കാർ ഈ റെസിപ്പികൾ കാണലും കുറവാണ്. കാണുന്നവർ ലൈക്ക് പോലും ചെയ്യുന്നില്ല കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് പ്രേക്ഷകർക്ക് കാണിക്കണേ. കാണുന്നവർ ലൈക്കെങ്കിലും ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ. ഈ മുട്ട ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞ് വെച്ചേക്കണം. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും മതി. റെഡി ആയിട്ടുണ്ട്. അതെ, ചക്കയും അരിപ്പൊടിയും കൊണ്ടുള്ള കൂട്ട് ഇതുപോലെ മെനഞ്ഞെടുത്തേക്കാണ്. അതിനകത്തേക്ക് ഈ ഫില്ലിങ് വെച്ചെടുക്കണം. കുറച്ച് ഫില്ലിങ് വെച്ചെടുത്ത്
എല്ലാം ഇതുപോലെയാണ് ഇട്ട് ഉണ്ടാക്കണേ. ഞാനൊരു കടായി വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തതാണ് കേട്ടോ ഇത് പൊരിക്കാനായിട്ട്. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഒന്നിങ്ങനെ ഷേപ്പാക്കണുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, എന്നൊന്നും അങ്ങോട്ട് ചെയ്യുന്നത് മാത്രം. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇതിനകത്ത് ഞാൻ മുക്കി പൊരിക്കാൻ പോകണം കേട്ടോ. വേറെ ബ്രെഡ് പൊടിയൊന്നുമില്ല, ഇതിനകത്ത് മാത്രമാണ് മുക്കി പൊരിക്കുന്നത്. ഓരോന്നെടുത്ത് ഒന്ന് മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു വശം വെന്ത് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചിടും. ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തത് വേവായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്താണ്. ഇതുപോലെ ഗോൾഡൻ കളറാവുമ്പോൾ ആയാൽ മതി, അധികം കരിയേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ മുട്ടയിൽ മുക്കി വെളിച്ചെണ്ണയാക്കി ഇട്ടു. പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചക്കയും മുട്ടയും വെച്ചിട്ടുള്ള പലഹാരം. ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനുള്ള മടി കാണിക്കില്ല കേട്ടോ. എല്ലാവരും കാണാൻ ശ്രമിക്കുക. കാണുന്നവർ ലൈക്ക് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.